ഇനിയും ചാപ്റ്റർ 1 ഇൻഫെക്ഷസ് ആൻഡ് പാരസൈറ്റിക് ഡിസീസ്. അതിൻ്റെ കണ്ടോ, ആൽഫബറ്റ് എ തൊട്ടിട്ട് B99 കോഡ് വരെയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, ആൽഫബറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ആൻഡ് എൻഡ് അപ്പ് വിത്ത് ബി. ഓക്കെ, പിന്നെ ഇതിൽ ഫസ്റ്റ് വണ്ണിൽ തന്നെ ചെറിയ, അതായത് അതിൻ്റെ കുഞ്ഞ് ഗൈഡ് ലൈൻസ് കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇതേ ഗൈഡ് ലൈൻസ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ബിഗിനിങ്ങിലും കണ്ടു കാണും. ഒന്ന് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററും തുടങ്ങും മുന്നേ ടാബുലാർ ലിസ്റ്റിൽ അതിൻ്റെ ഗൈഡ് ലൈൻസ് ഒന്ന് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പം അതൊക്കെ നോക്കുക കേട്ടോ. അതൊക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക കേട്ടോ, ടെക്സ്റ്റ് ബുക്ക് കിട്ടുവാണെങ്കിൽ. ഉണ്ടോ, സ്ക്രീനിങ് എന്നൊക്കെ പറഞ്ഞൊക്കെ ഇത് ഗൈഡ് ലൈൻ ആണ് കേട്ടോ. ഇതെല്ലാം അതിൻ്റെ ഗൈഡ് ലൈനാണ്. പേടിക്കേണ്ടതില്ലല്ലോ, ഒന്നും തന്നെ കാണാതെ പഠിക്കണ്ടല്ലോ. ഉണ്ടോ, തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 00 തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇവിടെ A00 തൊട്ടിട്ട് B99 വരെയുള്ള കോഡ് ഇതിലുണ്ടെന്നാണ് ദിസ് ചാപ്റ്റർ കണ്ടെയ്ൻസ് ദ ഫോളോയിങ് ബ്ലോക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇൻഡസ്റ്റൈനൽ ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആണ് ആദ്യം വരുന്നത്. കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ ടാബുലാർ ലിസ്റ്റ്. കണ്ടോ, ഈ സ്റ്റാർട്ട് ചെയ്തതാണ് ടാബുലാർ ലിസ്റ്റ്. ഇപ്പം ഞാൻ തുടങ്ങിയതാണ് ടാബുലാർ ലിസ്റ്റ്. ഓക്കെ, ഇത് വന്നിട്ട് A00 കോളറ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ഇതിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. 4th എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടോ ബുള്ളറ്റിൽ? അതെന്താ, ഈ 3 കോഡ് വന്നിട്ടില്ലേ 00, അതാ ഒരു സെറ്റാണ്. എല്ലാ നമ്മളുടെ ICD 10CM കോഡ് ആൽഫ ന്യൂമറിക് ആണ്. അറ്റ് ദ സെയിം ടൈം ദേ ആർ കാറ്റഗറി കോഡ്സ് ഓൾസോ. ഓക്കെ, പിന്നെ ഈ 4th, 5th, 6th, 7th മാക്സിമം 7th വരെ ക്യാരക്ടേഴ്സ് ആണ് ഇതിനുള്ളത്. അതെല്ലാം നമ്മളുടെ സിനാരിയോ, അതായത് പേഷ്യൻറ്റിൻ്റെ ഡയഗ്നോസിസിൻ്റെ ക്യാരക്ടർ അനുസരിച്ചിട്ടിരിക്കും. അപ്പം ഈ ലെഫ്റ്റ് സൈഡിലെ ബുള്ളറ്റിൽ കാണുന്നില്ലേ 4th എന്നുള്ളത്? അപ്പം അതിനർത്ഥം ഈ A00 വെച്ച് മാത്രം കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിജക്റ്റഡ് ആവും. അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരു ഡിജിറ്റും കൂടെ വേണം. അപ്പം കറക്റ്റായിട്ട് വന്നിരിക്കുന്നുണ്ടോ? A00.0 കോളറ ഡ്യൂ ടു വിബ്രിയോ കോളറെ, 00.1 ആകുമ്പോൾ വിബ്രിയോ കോളറെ 1, അങ്ങനെ അതിൻ്റെ പല പല ഇത്ര കോളറ ഡ്യൂ ടു വിബ്രിയോ കോളറെ 01, ക്ലാസിക്കൽ കോളറ, പിന്നെ കോളറ എൽറ്റർ, പിന്നെ കോളറ അൺസ്പെസിഫൈഡ്. അപ്പം ആ ഒരു രീതിയിൽ പിന്നെ പറഞ്ഞിരിക്കുന്നതൊക്കെ സെയിം. നമ്മൾ പിന്നെ നോട്ട്സ് കുറവുണ്ട്. എക്സ്ക്ലൂഡ്സ് 1, എക്സ്ക്ലൂഡ്സ് 2 എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ നമ്മളുടെ കൺവെൻഷൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്താണ് എക്സ്ക്ലൂഡ്സ് 1 നോട്ട് എന്താണ് എന്നൊക്കെ ഉള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, 4 വന്നാണ്ടോ? ഈ വന്നിരിക്കുന്ന ഈ എക്സ്ക്ലൂഡ്സ് 1ഉം അതുപോലെ തന്നെ ഈ 4ഉം ഇതൊക്കെയാണ് കൺവെൻഷൻസ്. അതാണ് ഞാൻ പറയുന്നത്. കൺവെൻഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? തെറ്റിപ്പോവും. കണ്ടോ, ഈ A06.8 വന്നിരിക്കുന്നതുണ്ടോ? ഈ ഡിസ്ക്രിപ്ഷനിൽ ടാബുലാറിൽ 5th എന്ന് വന്നിരിക്കുന്നതുണ്ടോ ബുള്ളറ്റ് ഇട്ടിട്ട്? അത് 5 ആണ്, കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ 5 ക്യാരക്ടേഴ്സ് ആ കോഡിന് മസ്റ്റ് ആയിട്ട് വേണം എന്നതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഇതിൽ Z കോഡ് വരെയുണ്ട്. ഈ ടാബുലാറിൽ Z വരെയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് കോളറ എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ ആൽഫബറ്റിൽ കാണുമ്പം ചിലപ്പം A00 എന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മൾ ടാബുലാറിൽ വന്നാലേ അതിൻ്റെ മുന്നോട്ടത് എങ്ങനെ കോഡ് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതായത് ഫൈനൽ കൺഫർമേഷൻ നമുക്ക് എപ്പോഴും ടാബുലാറിൽ നോക്കിയതിന് ശേഷം മാത്രമായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കോഡ് തെറ്റിപ്പോവും. ഇതുപോലെ എക്സ്ക്ലൂഡ്സ് നോട്ടൊക്കെ അതിനുണ്ടോ എന്ന് അറിയണ്ടേ? അപ്പം അതെല്ലാം എക്സ്ക്ലൂഡ്സ് നോട്ട്സ് ഒക്കെ നമ്മുടെ ടാബുലാറിലേ കാണത്തുള്ളൂ. ആൽഫബറ്റിക് ഇൻഡെക്സിൽ കാണില്ല ആ കൺവെൻഷനൊന്നും കേട്ടോ. അപ്പം ഇങ്ങനെ Z വരെ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ടാബുലാർ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ഇങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് മോഡലിൽ കൊടുത്തിട്ടുണ്ടാവും ഓരോ കോഡിൻ്റെ. അപ്പം നമുക്ക് എളുപ്പമാണ്, ഇത് വായിച്ചെടുക്കാൻ എളുപ്പമാണ്. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ഇത് വന്നിട്ട് നമ്മളുടെ എക്സ്റ്റേണൽ കോസിൻ്റെ ഒരു ഇഞ്ചുറി, പോയിസണിങ് ആൻഡ് സർട്ടൺ അതർ കോൺസിക്വൻസസ് ഓഫ് എക്സ്റ്റേണൽ കോസ്, അതിൻ്റെ കോഡാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ടേബിള്. ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. എക്സ്റ്റെൻഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ വരുന്നുണ്ട് എന്തിൽ? കൺവെൻഷൻസിൽ. എന്നാലും പക്ഷെ ഞാനത് ടെസ്റ്റിൽ ഞാനൊന്ന് കാണിച്ചു തരാനാണ്, നിങ്ങളെ ഡയറക്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ എടുത്തത് കേട്ടോ. കണ്ടില്ലേ, ADS എന്ന് കണ്ടില്ലേ? ഇത് എക്സ്റ്റെൻഷൻ എന്നാണ് പറയുന്നത്. 7th ക്യാരക്ടർ ആയിരിക്കും. ഇഞ്ചുറി കോഡിലെ 7th ക്യാരക്ടർ
ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമല്ലോ എല്ലാ കേസുകളിലും. അപ്പം 7th ആയിട്ട് ആഡ് ചെയ്യേണ്ടതായിരിക്കത്തുള്ളൂ. അത് എ എന്ന് പറഞ്ഞ ഇനീഷ്യൽ എൻകൗണ്ടർ, ഡി എന്ന് പറഞ്ഞ സബ്സീക്വന്റ് എൻകൗണ്ടർ, എസ് എന്ന് പറഞ്ഞ സീക്വല്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നമ്മളുടെ കൺവെൻഷൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്. പക്ഷെ ഇതാണ് സംഭവം. ഓക്കെ, ഇപ്പൊ കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ ES44.00 7 എഴുതിയിട്ടുണ്ട്. അപ്പൊ 7th ക്യാരക്ടർ വരെ അതിന് വേണം. പക്ഷെ നമ്മളുടെ എത്ര ക്യാരക്ടറാണ് ആകെ ഉള്ളത്? 1 2 3 4 5 ഉള്ളൂ. അപ്പൊ 7 ക്യാരക്ടർ ആവണമെങ്കിൽ എന്തോ ചെയ്യണം നമ്മൾ? വേറെ ഒന്നുമില്ല. S44.00 എക്സ് ഇട്ടിട്ട്, എക്സ് എന്ന് പറഞ്ഞാൽ പ്ലേസ് ഹോൾഡർ ആണ്. അതെല്ലാം എക്സ് എന്താണ്, അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ എന്താണെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. എന്നാലും ഞാൻ ഈ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് പറയാം. ജസ്റ്റ് ഒന്ന് ഇപ്പം ഞാൻ പറയാം. S44.00 എക്സ് ഏത് എൻകൗണ്ടർ ആണ്? പേഷ്യന്റ് ഡോക്ടർ അടുത്ത് വന്നിരിക്കുന്നത് ആദ്യം കാണാനാണോ, ഇല്ലെങ്കിൽ പിന്നെ ഫർദർ ഫോളോ അപ്പ് പറഞ്ഞിട്ട് വന്നിരിക്കുവാണെങ്കിൽ സബ്സീക്വന്റ്, പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ട്, ബാക്ക് പെയിനോ വീണതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സീക്വല്. ലാസ്റ്റാണ് നമ്മൾ ഈ ഒരു 7th ക്യാരക്ടർ, ലാസ്റ്റ് ക്യാരക്ടർ ആയിരിക്കുമല്ലോ. മാക്സിമം 7 ക്യാരക്ടർ വരെ ഉള്ളൂ ICD-10 ലാസ്റ്റ് ആഡ് ചെയ്യേണ്ടതാണ് എയോ ഡിയോ എസ്ഒ. അത് നമ്മൾ സിനാരിയോ വായിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. കണ്ടോ, ഇത്രേ ഉള്ളൂ. കെ കണ്ടോ, ഇങ്ങനെ ടാബുലാറിൽ Z വരെ കോഡുണ്ട് കേട്ടോ. കണ്ടോ, Z വരെ കോഡുണ്ട്. കണ്ടോ, എല്ലാ കൺവെൻഷൻസും വന്നിരിക്കുന്നത് കണ്ടോ. എക്സ്ക്ലൂഡ്സ് 1 എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. എക്സ്ക്ലൂഡ് 1 ഉണ്ട്, എക്സ്ക്ലൂഡ് 2 ഉണ്ട്. അതെന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡൈജസ്റ്റ് ആവില്ല എല്ലാവർക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയാം കാറ്റഗറി. Z കോഡിന് ഞാൻ പറയാം, ഒരു മിനിറ്റ്. കണ്ടോ, ഇങ്ങനെ നമുക്ക് Z വരെ ഉണ്ട്. Z 99.88. പക്ഷേ COVID-19 വന്നപ്പം ഞങ്ങളുടെ ടൈമിലൊന്നും ഇല്ലായിരുന്നു. അപ്പം COVID-19 വന്നപ്പം ചാപ്റ്റർ 22 ദേ കണ്ടില്ലേ, U കോഡ് വന്നു. U ആണ് കോവിഡിന്റെ. കണ്ടോ, U കോഡ് വന്നു. ഓക്കെ, കണ്ടോ, U07.1 എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടാബുലറിൽ കാണുന്ന ഒരു ബോക്സ് കണ്ടോ, Z കോഡ് ഫോർ ലോങ് ടേം യൂസ് ഓഫ് ഡ്രഗ്സ്. ലോങ് ടേം യൂസ് ഓഫ് ഇൻസുലിൻ എന്നൊക്കെ പറയുവാണ്, അല്ലെങ്കിൽ ലോങ് ടേം യൂസ് ഓഫ് എനിവേ ഏത് ഡ്രഗ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ കോഡ് നമ്മൾ ഇവിടെ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ലോങ് ടേം യൂസിന്റെ നമ്മൾ Z കോഡ് ആയിരിക്കത്തുള്ളൂ. അത് ഇവിടെ നിന്ന് തന്നെ നമ്മൾ കോഡ് ചെയ്യണം, യൂസ് ചെയ്യണം. ടാബുലറിൽ കാണുന്ന ഒരു ബോക്സ് ആണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് നമ്മൾ എടുക്കണം. അത് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും കേട്ടോ. കണ്ടോ, പോയിരിക്കുന്നുണ്ടോ, കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇതൊക്കെയായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഫെമിലിയർ ആവും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് വരുമ്പം. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ തന്നെ പോവാം, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് തന്നെ പഠിക്കാം. അതായിരിക്കും നല്ലത്. എങ്കിൽ മാത്രമേ നമ്മൾ ഗൈഡ് ലൈൻ അപ്ലൈ ചെയ്യാനും പഠിക്കത്തുള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ. ഇതെല്ലാം Z കോഡാ. കണ്ടോ, Z91 വന്നിട്ട് നിന്നു. ഓക്കെ, അപ്പം ഫൈനൽ ഇതാണ് നമ്മളുടെ ടെസ്റ്റിന്റെ ഒരു ചെറിയൊരു രൂപം. ചെറുതായിട്ടൊക്കെ നിങ്ങളൊന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രേ പറ്റത്തുള്ളൂ എനിക്ക്. ഓക്കെ, ബൈ.